കണക്കിലെഴുതിക്കോ. കാശ് കുറെ തരാടോ. വിഷയത്തിനെത്തി കവലയിൽ ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇത്ര പെട്ടെന്ന് പോടാ. പൂജപ്പനം ഇവിടെ എത്താൻ പിന്നെ ഒരാഴ്ച വേണോ? നീ പോടാ. ആവു, വിശ്വത്തിനോട് വന്നു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. തികഞ്ഞു ആകാശവും ഭൂമിയും പേടിയില്ലാത്തവനാണ് ആള്. ഇവനല്ലേ ആ വിശ്വനാഥൻ? അതെ, കൊലക്കുറ്റത്തിന്റെ ശിക്ഷയും കഴിഞ്ഞ് വരിക. വിശ്വനാഥൻ എത്തിയെന്ന് കേട്ടു. എത്തിയോ? ഇനി കൊച്ചൗസപ്പേട്ട നോക്കിക്കോ, കാര്യങ്ങൾക്കൊരു ചൂടുണ്ടാകും. അവൻ ആള് പോക്കിരിയാണേലും വെട്ടേണ്ട പോലെ വെട്ടാനും കുത്തേണ്ട പോലെ കുത്താനും അവനെ കഴിഞ്ഞേ ആളുള്ളൂ. അപ്പൊ ഇനി ഇവിടെ കുറെ ചോര ഒഴുകും. ഒഴുകട്ടെ, നല്ലോണം ഒഴുകട്ടെ, കാണാൻ നല്ല രസമായിരിക്കും. എന്തോ നാടി മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചെത്തിപ്പറക്കി തീർന്നെ കൊണ്ടുപോയി പുഴുങ്ങടി. അല്ലേ വേണ്ട, അപ്പനും മോനും പോയിട്ട് മതി. വേടാ. അപ്പം പോയിക്കോ, ഞാൻ വന്നോളാം. ഇത് നല്ല വേവുള്ള വേവ് സ്വപ്പ കുറവാ. കേറി പൊടിയകത്ത്. അല്ലേ വേവ് നോക്കാം. നീ ഏതാ? വേലപ്പാടത്തെ കുറുപ്പച്ചന്റെ മോനാ. ബാലു അല്ലേ? അതെ. ഞാൻ പോകുമ്പോ നീ കൊച്ചാ, വലുതായി പോയി. വിശ്വനാഥൻ വന്നൂത്രേ. ഓ, എങ്കിൽ ഒട്ടും താമസിക്കാണ്ട് ഒരാളെ പറഞ്ഞേച്ച് അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നമ്മുടെ കൂട്ടത്തിൽ പിടിച്ചങ്ങോട്ട് നിർത്തുക. നമ്മുടെ കൂട്ടത്തിലല്ലാതെ അവൻ വേറെ എവിടെ പോവാൻ? ഏയ്, അങ്ങനെ കരുതണ്ട. അവനൊരു പ്രത്യേക ഇനാ. അല്ല, അത് രാവണിയാർക്കും അറിയാലോ. ശരിയാ, ഇടഞ്ഞു നിന്നാൽ അതും ദോഷം. ഇവനെ വിട്ടോ? ഒന്ന് നേരെ നില്ലടാ, പിന്നെ ഒന്ന് കുളിപ്പിക്കാവും. ഞാൻ നോക്കട്ടെ. ആഹാ, വിശ്വനോ? വരുന്ന വഴിയല്ലേ? എന്തു പറ്റി കാലില്? വയനാട്ടിൽ നിന്ന് ലോഡ് കയറ്റി വരുന്ന വഴിക്ക് ലോറി ഒന്ന് പാടി. തേക്കന്തടി ആയിരുന്നു, കെട്ടുപൊട്ടിപ്പോയി. ലോറി കൊക്കയിലോട്ട് മറിയുന്ന മുമ്പ് ഞാനെടുത്തിന് ചാടി. ഭാഗ്യത്തിന് ഇത്രേ പറ്റിയുള്ളൂ. ലോറിപ്പണി പിന്നെ അതോടങ്ങ് നിർത്തി. പഴയ കഥകളൊന്നും ഓൻ ഓർക്കൂല. ജാതി സ്നേഹത്തിന്റെ പേരിൽ ഓൻ ഓരുടെ കൂടെ നിൽക്കും. മുമ്പും പിമ്പും നോക്കാത്ത സ്വഭാവമാണോ എന്റേത്? എങ്കിൽ അതും കൂടി കണ്ട് നമ്മൾ കരുതി നിൽക്കും. നിക്കണം, അതാ പറഞ്ഞത്. ഓനെ വിശ്വസിക്കാൻ കൊള്ളൂല. കിട്ടുമല്ലേ? ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ? തൽക്കാലം ഒതുങ്ങിയ മട്ടാണ്. വരട്ടെ. എന്താ ശിവ? ഒന്നുമില്ല. തോന്നണല്ലോ. അച്ഛനെ ഞാനിപ്പോ കണ്ടോ? തന്നെയാ? എങ്ങോട്ടാ? എവിടുന്ന് വരുന്നു? എന്താണോ ചോദിച്ചു കേട്ടില്ലേ? എവിടുന്നാ വരുന്നേ? നിനക്കെന്താ അവിടെ കാര്യം? കാര്യമുണ്ട്. വിശ്വനാഥനും വേണ്ട വരമുള്ളേ, നമ്മൾ നടത്താൻ നിൽക്കില്ല. വിട്ടേരെ. വിശ്വനാഥൻ പൊയ്ക്കോ. ഓഹോ, ഇവനാണോ വിശ്വനാഥൻ? അതെ. അമ്മേ, അച്ഛാ, വിശ്വേട്ടൻ വരുന്നു. ഈ അമ്മ എവിടെയാ? എന്ന് വിട്ടു? ഇന്നലെ
നേരെ ഇങ്ങോട്ട് പോന്നു അല്ലേ? ഈ കുടുംബത്തിൽ തീ കോരിയിട്ടിട്ട് മതിയായില്ല നിനക്ക്, അല്ലേടാ? അച്ഛാ മിണ്ടരുത്. ഇവിടെ ഇവന് വേണ്ടി ഒരുത്തം പോലും വക്കാലത്ത് പറയരുത്. നിന്നെ പോലൊരുത്തനെ നൊന്തു പറ്റതാടാ ഞാൻ ചെയ്ത തെറ്റ്. താഴത്തും നിലത്തും വെക്കാതെ പൊന്നുപോലെ വളർത്തി. എന്നിട്ട് നീ ജയിലിൽ കിടന്ന് ചത്തു നിറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ. ഒരു ഉപകാരം ചെയ്യും. അന്ന് അയാളെ കുത്തി വളർത്തിയ കത്തിയില്ലേ ഇപ്പോഴും കയ്യിൽ? എന്നെ ഇവിടെയും നിന്റെ കൂടപ്പിറപ്പിനെ കുത്തിക്കൊല്ലി, എന്നിട്ട് ആയിക്കോ എന്ത് വേണമെങ്കിലും. ബഷീറേ, വിവാത്തു ബഷീറല്ലേ ഇവിടെ? ഉണ്ട്. ഇക്കാ, ആരാ വിവാത്തു? ഞാനടാ. സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല. നാട്ടിൽ പണ്ടേ എന്നെ എല്ലാവർക്കും വെറുപ്പാ. ഇത്രയും വലിയൊരു ശിക്ഷ ഒരു തെറ്റിന്. ആ ചായ എടുക്കട്ടെ? വേണ്ട, നീ അപ്പുറത്ത് പോ. ബഷീറേ, നീ ഈ വന്നത് വന്നു, മേലാൽ ഈ പടി കയറരുത്. ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. നിങ്ങളുടെ ആൾക്കാരോ? അതെ, നീ മാത്രമല്ല, നിന്റെ ജാതിയിൽപ്പെട്ട ആരും. ജാതിയോ? എടാ, ഹാജിയാരും രാവണി നായരും തമ്മിൽ പഴയ പക പോക്കുന്നതിന് നമ്മളെന്തിനാടാ ശത്രുക്കളാവുന്നത്? നീ ഹിന്ദുവും ഞാൻ മുസ്ലിമും ആയതുകൊണ്ട്. ഹിന്ദുവും മുസ്ലിമും പോത്തുപള്ളിക്കൂടെ മേയാൻ പണ്ട് ഓല ചുമന്നത് നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ? കാവിലെ പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം തെങ്ങിക്കറിയ നീയല്ലേ? അതൊക്കെ പണ്ട്. ഇന്ന് അതല്ല. നീയും നിന്റെ കൂട്ടരും ഞങ്ങളുടെ ശത്രുക്കളാണ്. നീ പോയിക്കോ. ഇന്നോ ഇന്നലെയോ മാർക്കം കൂടി ഉണ്ടായവരല്ല നമ്മളാരും. തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ്. ഈ നാട് നമ്മുടെ ഹിന്ദുക്കളുടെ നാടാണ്. നമ്മള് കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ മറ്റാരും. അത്രേ ഉണ്ടാകാവൂ. എന്നെ വിളിപ്പിച്ചെന്തിനാ അത് പറയും. പറയാം. അമ്പലത്തിൽ എഴുന്നള്ളിപ്പ് തടയാൻ മാപ്പിളാരൊരു ശ്രമം നടത്തി. அதை ചൊല്ലി തുടങ്ങിയ കശപശയാണ് ഇവിടം വരെ എത്തിച്ചത്. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല, ഉറപ്പാ. ഇനി അവന്മാര് തലപൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം. ആൾബലവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ. വിശ്വനാഥൻ വേണം എല്ലാറ്റിനും മുമ്പിൽ. എന്തിന്? കുത്തിമലത്താൻ അല്ലേ? വേണ്ടി വന്നാൽ. മനസ്സില്ല. വിശ്വനാഥ, ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ്. 7 കൊല്ലം മുമ്പ് എന്നെ വിലങ്ങ് വെച്ച് ഇതിലേ കൊണ്ടുപോയപ്പോ ഒരുത്തനെയും കണ്ടില്ല. സമുദായം എനിക്കറിയാം എല്ലാത്തിനെ. ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേറ് പറഞ്ഞിറക്കി ഇവിടെ ഉണ്ടായിരുന്നു ബഷീർ. ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി. ഏതായാലും രാവണിയാരുടെ വലയിലാവും വീണില്ല. ഉറപ്പിക്കണ്ട, ജാതി അതാ. നമ്മൾ സൂക്ഷിച്ചു തന്നെ നിന്നാ മതി. മറ്റാരെക്കാളും നിനക്ക് മനസ്സിലാകും. അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരയെ വീണുള്ളൂ. പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നില്ല മോൻ. ആണ്ടോടാണ്ട് ഇതിപ്പോ എത്ര തവണയായി, എത്ര എണ്ണമായി എന്ന് കരുതി ചത്തുപോലെയാൻ വിട്ടൂടല്ലോ. നീ ഇപ്പൊ വന്ന് നന്നായി മോനെ. ഒരു തുണയായില്ല. 7 കൊല്ലം അഴിയണ്ണാൻ എനിക്കാരും തുണയുണ്ടായിരുന്നില്ല. കൊടുക്ക ബഷീറിന് വരെ ഞാൻ ശത്രു. മടുത്തു. ചാവാനുള്ളത് ചത്തു തുലയട്ടെ, ഞാനാര് തടയാൻ? വിശ്വനാഥ,
ഒന്നിനും എന്നെ കാക്കണ്ട. ഒരു വിശ്വനാഥൻ, നിങ്ങൾ അവനെ കണ്ടോടാ? ആ, ഒരു ദിവസം അവൻ എന്റെ മുമ്പിൽ വന്ന് ചാടും. ചാടിയില്ലെങ്കിൽ ഞങ്ങൾ ചാടിക്കും. ഈ കത്തിമോനെ കുരുക്കാനുള്ള ആളാ അവന്റെ കുഴൽമാല. എന്താ വിശ്വ തിരിച്ചു പോകുന്നത്? ഒന്നും വേണ്ടേ? വേണ്ട, ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ നാളെ പറയും തിണ്ണമെടുക്കാന്ന്. അതാ വിട്ടുകളഞ്ഞത്. അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഇനിയും കാണുമല്ലോ. അതാ പേടി.